Dear students, welcome to my class. Today we discuss about how to find the oxidation state of an element in a compound and write the subshell electronic configuration of ions. എല്ലാവരും ടെക്സ്റ്റും ബുക്കും പെന്നും ഒക്കെ എടുക്കുക. Open the page number 25. There is a question. Find the oxidation state of iron in these compounds and then complete the table 1.16. In this table, two compounds of iron are given. One compound is ferrous chloride and another compound is ferric chloride. First, find out the oxidation state of iron in these compounds. The symbol of iron is Fe. Okay. Atomic number of iron is 26. Okay. First one, FeCl2. Find the oxidation state of Fe in FeCl2. Suppose we assume the oxidation state of Fe is X. The oxidation state of chlorine is -1 given in the text. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ് ഒരു എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ പഠിച്ചു. വാട്ട് ഈസ് വാലൻസി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ദ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ആൻ എലമെൻറ്റ് ഈസ് ഇറ്റ്സ് valency. Valency and oxidation state is simple numerical number. The difference is oxidation state have sign plus or minus. The number is equal to valency. Valency is the combining capacity. Atomic number of chlorine is 17. Electron configuration 287. Number of electron in the outermost shell is 7. It is not stable. For attaining stability, chlorine need one more electron. So, it in chemical reaction with the iron, chlorine gain that electron from iron. So, chlorine get -1 oxidation state. ഈ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ക്ലോറിൻ്റെ അറിഞ്ഞ് കൊണ്ട് നമുക്ക് ഈ കോമ്പൗണ്ടിൽ Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. അതിന് ഒന്നും കൂടി കോമ്പൗണ്ട് എഴുതുക. Feയുടെ മുകളിൽ X എന്ന് കൊടുക്കുക. നമുക്കറിയാവുന്ന ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. ഇൻ ഓൾ കോമ്പൗണ്ട്സ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്ലോറിൻ ഈസ് -1. അത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടേബിൾ രൂപത്തിൽ വ്യക്തമായിട്ട് തരുന്നുണ്ടത്. 9th നിങ്ങൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റെഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്. ദ സം ഓഫ് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ എ കോമ്പൗണ്ട് ബിക്കംസ് 0. ഇവിടെ നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ക്ലോറിനാണ്, പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അയണിനാണ് വരുന്നത്. അതിൻ്റെ സമ്മ് 0 ആയിരിക്കും. നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാം. Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് X പ്ലസ് ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1. ഒരു ക്ലോറിൻ്റെ ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഒരാറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് ഇവിടെ കാണിക്കുന്നത്. FeCl2ൽ 2 ക്ലോറിൻ ആറ്റം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് -1 × 2 എന്ന് എഴുതാം = 0. ഓക്കെ. അപ്പം ഇതെല്ലാവരും ഒന്ന് ചെയ്ത് സിമ്പിൾ മാത്സ് ആണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. X പ്ലസ് -1 × 2 -2 ഓക്കെ = 0. നമുക്ക് ഈ ബ്രാക്കറ്റ് മാറ്റണ്ടേ. അപ്പോൾ X -2 = 0. സോ X = +2. ഈ -2 ഈക്വൽ സൈൻ്റെ അപ്പുറം പോകുമ്പോഴത്തേക്ക് +2 ആയി. അപ്പോൾ X നമ്മൾ എന്തായിട്ടാണ് അസ്യൂം ചെയ്തത്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അയൺ ഇൻ FeCl2. അപ്പോൾ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് എത്ര കിട്ടി? +2 എന്ന് കിട്ടി. എല്ലാവരും എഴുതിയെടുക്കുക. എല്ലാവർക്കും ഇത് വളരെ ബുദ്ധിമുട്ട് തോന്നുന്നൊരു ഭാഗമാണ്. 9th ഇതിങ്ങനെ പറയുന്നത്. ഇവിടെ ജസ്റ്റ് കണ്ടുപിടിക്കാനേ പറയുന്നുള്ളൂ. അതുകൊണ്ട് നോട്ട്ബുക്ക് എല്ലാവരും എഴുതിയെടുക്കുക. ഓക്കെ.
Next compound given in the table is FeCl3. Suppose the oxidation state of iron is X. Oxidation state of chlorine is -1. We can form a equation. X positive oxidation state plus chlorine ഒരു ക്ലോറിൻ്റെ -1 into 3 equal to 0. എല്ലാവരും ചെയ്തോളൂ. സിമ്പിൾ മാത്സ് അല്ലേ. എക്സ് പ്ലസ് -3 equal to 0. എക്സ് -3 equal to 0. So x is equal to +3. ഓക്കെ. അപ്പോൾ എക്സ് അയണിൻ്റെ ആണ് ഇൻ FeCl3. FeCl3യിൽ എഫിയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് എത്രയെന്ന് കിട്ടി? +3 എന്ന് കിട്ടി. എല്ലാവർക്കും എഫി പരിചയം ഉണ്ടാവുമല്ലോ. നമ്മൾ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഒക്കെ പഠിച്ചു. ഇതിൽ എഫി ഏത് ബ്ലോക്കിൽ വരും? യെസ്, ഡി ബ്ലോക്ക്. യു ആർ വെരി ഗുഡ്. അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്, വാട്ട് അബൌട്ട് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലേ. FeCl2ൽ +2, FeCl3ൽ +3. Another example. In page 26, table 1.17. Look at that page and table. 4 compounds of manganese are given there. MnCl2, MnO2, Mn2O3, Mn2O7. Find the oxidation state of manganese. ഒന്ന് ക്ലോറിനും ഒന്ന് ഓക്സിജനുമാണ്. FeCl2ൽ FeCl3യിൽ നമുക്ക് മനസ്സിലായി ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? -1. നമുക്ക് മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സ് എന്ന് കരുതാം. ഒരു കോമ്പൗണ്ടിൽ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെയും നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സമ്മ് 0 എന്ന കൺസെപ്റ്റ് വെച്ചുകൊണ്ട് -1 × 2 equal to 0. X -2 equal to 0. So X is equal to +2. In MnCl2ൽ oxidation state of manganese is +2. എല്ലാവരും എഴുതിയെടുക്കുക പെട്ടെന്ന്. ഓക്കെ. ഇനി MnO2 ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക എല്ലാവരും. Suppose the oxidation state of manganese is X. What about the oxidation state of oxygen? ഓക്സിജൻ്റെ ഓക്സീകരണാവസ്ഥ എങ്ങനെയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഓക്സിജൻ ഏത് ഗ്രൂപ്പിൽ വരും? ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 6, 2, 6. ഒക്ടറ്റ് കംപ്ലീറ്റ് ആകാൻ 2 ഇലക്ട്രോണും കൂടി വേണ്ടി വരും. അതായത് 2 ഇലക്ട്രോൺ അത് സ്വീകരിക്കും. അപ്പം വാലൻസി എത്രയാണ്? സ്വീകരിക്കുമ്പോൾ 2 ഇലക്ട്രോൺ ആണല്ലോ സ്വീകരിച്ചത്, 2. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വാലൻസിയുടെ കൂടെ സൈൻ ചേർത്താൽ ഓക്സിഡേഷൻ സ്റ്റേറ്റായി. ഇവിടെ സ്വീകരിക്കുകയാണ് ഓക്സിജൻ ചെയ്യുന്നത്, അതുകൊണ്ട് മൈനസ് സൈൻ കൊടുക്കാം നമുക്ക്, -2. അപ്പോൾ ഇൻ MnO2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ ഈസ് -2. Oxidation state of manganese supposed as X. Sum of positive oxidation state and negative oxidation state. ഒരു ഓക്സിജൻ്റെ ആണ് -2 × 2 -4 is equal to 0. So X is equal to +4. In MnO2 oxidation state of manganese is +4. എല്ലാവരും എഴുതി കാണുമല്ലോ. ഓക്കെ. അടുത്തത് Mn2O3. എല്ലാവരും ഒന്ന് കണ്ടുപിടിക്കും. മാംഗനീസിൻ്റെ എക്സ് എന്ന് എഴുതിക്കോളൂ. ഓക്സിജൻ്റെ എത്രയാണ്? -2. മിക്കവാറും എല്ലാ കോമ്പൗണ്ട്സിലും ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. ഓക്സിജൻ, ക്ലോറിൻ, സോഡിയം, ഹൈഡ്രജൻ ഇതൊക്കെ നമുക്ക് പഠിച്ചു വെക്കാം. സോഡിയത്തിൻ്റെ +1 ആണ്, ഹൈഡ്രജൻ്റെ +1 ആണ്, ഓക്സിജൻ -2, ക്ലോറിൻ -1. ഒരു 4-5 മൂലകങ്ങളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഏത് വന്നാൽ ഒരു വിധമൊക്കെ എഴുതാൻ സാധിക്കും. അതിനുള്ളത് ഈ വർഷം നിങ്ങൾക്ക് ചോദിക്കുകയുള്ളൂ. അറിയാത്തത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ രീതി ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഓക്സിജൻ്റെ മുകളിൽ നമുക്ക് -2 എഴുതി.
മാംഗനീസ് ഇവിടെ 2 ഉള്ളത് കൊണ്ട് എന്തെഴുതണം? 2x എന്ന് എഴുതണം. ഒരാറ്റത്തിൻ്റെയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പം 2x പ്ലസ് അതുപോലെ നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര വരും? -6 -2 × 3 ഈസ് ഈക്വൽ ടു 0. അപ്പം 2x - 6 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് എങ്ങനെ വരും? 2x +6 x 6/2 ഈസ് ഈക്വൽ ടു 3. അപ്പോൾ +3 ആണ് Mn2O3 മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലേ? എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. വളരെ സിമ്പിളാണ് ഈ ഒരു പോയിന്റ് കൺസെപ്റ്റ്. എന്താണ്? ദ സം ഓഫ് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ കോമ്പൗണ്ട് ബിക്കം 0. ഒരാറ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രം നമ്മൾ എഴുതിയാൽ മതി. 2 3 ഒക്കെ ഉണ്ടെങ്കിൽ ആ നമ്പറോടെ കൊണ്ട് ഗുണിക്കണം. അതും കൂടെ ഓർത്ത് വെക്കുക. അപ്പോൾ Mn2O3 +3 എല്ലാവരും എഴുതിയെടുക്കുക. നമുക്ക് ചെയ്യാനുള്ളതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഒരെണ്ണവും കൂടെ ഉണ്ട്. അടുത്ത കോമ്പൗണ്ട് ഏതാണ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്? Mn2O7. ഇനി എല്ലാവർക്കും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എക്സ് എന്ന് കൊടുത്തു, ഓക്സിജൻ്റെത് -2 എന്ന് കൊടുത്തു. അപ്പോഴും സം എഴുതേണ്ടത് 2 മാംഗനീസ് ഉണ്ട് ഇവിടെ. അപ്പം 2x പ്ലസ് -14. ഇനിയിപ്പോൾ നമുക്ക് -14 എന്നങ്ങ് എഴുതിയാൽ മതിയല്ലോ അല്ലേ? ഈക്വൽ ടു 0. 2x +14 x ഈക്വൽ ടു +14/2 ഈസ് ഈക്വൽ ടു +7. കിട്ടിയില്ലേ? ഓക്കെ, കിട്ടിയവരൊക്കെ ഗുഡ് ഇട്ടോളൂ നോട്ട്ബുക്കിൽ. അപ്പം in MnCl2 the oxidation state of manganese is +2. in MnO2 oxidation state of manganese is +4. oxidation state of Mn2O3 is +3. in Mn2O7 oxidation state of manganese is +7. ടേബിൾ 1.17 പേജ് 26 ടേബിൾ ഫില്ല് ചെയ്യാനുണ്ട്. എല്ലാവരും ടെക്സ്റ്റിൽ ആ ഭാഗം ഫില്ല് ചെയ്തോളൂ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മാംഗനീസ്. വീണ്ടും പേജ് 25 ടേബിൾ 1.16 വരിക. അവിടെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്, ഒരു കോളം കൂടെ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. സിമ്പൽ ഓഫ് Fe അയോൺസ് ഇൻ FeCl2 ആൻഡ് FeCl3. FeCl2ലും FeCl3ലും what is the symbol of Fe ion? when a symbol of an atom written as with oxidation state, the atom is said to be ion. ഒരു നമ്മൾ സിമ്പിൾസ് പഠിച്ച എലമെൻസിൻ്റെ ഷോർട്ട് ഫോമാണ് സിമ്പിൾസ്. ആ സിമ്പിൾസിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുകയാണെങ്കിൽ അത് അയോൺ ആണത്. അപ്പോൾ നമ്മൾ അതിനെ പറയുന്നത് എന്താണ്? അയോൺ. when a symbol of an element written with its oxidation state, then it is said to be ion. Our write the symbol of Fe ion in FeCl2 and FeCl3. FeCl2ൽ Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര കിട്ടിയത്? +2. അപ്പോൾ അത് നമ്മൾ ആ സിമ്പലിൽ കാണിക്കണം. അപ്പോൾ എങ്ങനെ വരും? Feയുടെ മുകളിലായിട്ട് +2 എന്ന് എഴുതുക, അല്ലെങ്കിൽ 2+ എന്ന് എഴുതാം. 2+. ഇവിടെ നമുക്ക് എത്ര കിട്ടിയത്? +3. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? Fe +3 എന്ന് എഴുതാം. അപ്പോൾ ആ കോളം ഫില്ല് ടേബിൾ 1.16 റൈറ്റ് ദ സിമ്പൽ ഓഫ് Fe അയോൺസ് ഇൻ FeCl2 ആൻഡ് FeCl3. അതേപോലെ മാംഗനീസിൻ്റെ 4 അയോൺസ് നമുക്ക് എങ്ങനെ എഴുതാം? MnCl2 അയോൺ ഓഫ് മാംഗനീസിൻ്റെ മുകളിൽ +2, MnO2ൽ +4, Mn2O3ൽ +3, Mn2O7ൽ +7.
അപ്പോൾ ഇങ്ങനെയാണ് അയോൺസിൻ്റെ സിമ്പൽ നമ്മൾ കാണിക്കുന്നത്. ഒന്നും കണ്ട് പേടിച്ചു പോകരുത്, വളരെ സിമ്പിളാണ്. ഇതിൻ്റെ എല്ലാം ബേസിക് അറ്റോമിക് നമ്പർ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഓക്ടറ്റ്, ഗെയിൻ ഓർ ലോസ് ഇലക്ട്രോൺ വൈൽ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ആകെ 8 പേരെ സംഖ്യയുള്ളൂ. അതിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ +1 ആവും, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ആണെങ്കിൽ +2 ആകും, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ആണെങ്കിൽ +3 ആവും, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ആണെങ്കിൽ +4. 5 മുതൽ ശ്രദ്ധിക്കുക, 5 ആണെങ്കിൽ -3, 6 ആണെങ്കിൽ -2, 7 ആണെങ്കിൽ -1. ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ കെമിക്കൽ ഫോർമുല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിക്കുന്നുണ്ട്. FeCl2ൽ Clൻ്റെ അടിയിലുള്ള 2 ആരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്? Feയുടേതാണ്. ഇൻ്റർചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയും ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇതെല്ലാം ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞൊരു കുട്ടിക്ക് പെട്ടെന്ന് കിട്ടും. ഇങ്ങനെ ഒരു കെമിക്കൽ ഫോർമുല കണ്ടാൽ അടുത്തുള്ള എലമെൻസിൻ്റെ ബാലൻസുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുകയാണ്? ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. അതെങ്ങനെയൊക്കെയാണ് വന്നതെന്നുള്ളതാണ് എക്സ്പ്ലനേഷൻസ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സിമ്പിൾസ് ഓഫ് അയോൺസ് നമ്മൾ എഴുതി. ഹൗ ടു ഫൈൻഡ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എലമെൻറ്റ്സ് ഇൻ എ കോമ്പൗണ്ട് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് റൈറ്റ് ദ subshell electronic configuration of ions. What is the atomic number of iron? 26. 1 മുതൽ 30 വരെയുള്ള മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും. ആദ്യത്തെ ക്ലാസ് മുതൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അയണിൻ്റെ അറ്റോമിക് നമ്പർ 26 ആണ്. ആരും പേടിച്ചൊന്നും പോകണ്ട, ഇതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കൂടെ ഉണ്ടാകും. കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല, കുറേയൊക്കെ നമ്മൾ എഴുതി വരുമ്പോൾ ഓർത്ത് വെക്കും. അപ്പം റൈറ്റ് ദി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 1s2, 2s2, 2p6 എഴുതിക്കോളും, 3s2, 3p6. ഇത്രയായപ്പോൾ 18 ആവും. നെക്സ്റ്റ് ഇലക്ട്രോൺ എങ്ങോട്ട് പോകും? 4s2. അപ്പോൾ 20 ആയി. ബാക്കി എത്ര? 6 ഇലക്ട്രോൺ ബാക്കി. അതെങ്ങോട്ട് പോകുന്നു? 3dയിലോട്ട് പോകുന്നു. അപ്പോൾ ദിസ് ഈസ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് അയൺ. നമുക്കിവിടെ കിട്ടിയ 2 അയോൺസ് ഏതൊക്കെയാണ്? Fe2+ഉം Fe3+ഉം. Fe2+ൻ്റെ ആദ്യം നമുക്ക് എഴുതാം. Fe2+ എങ്ങനെയാണ് ഉണ്ടായത്? അതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? ഇൻ കെമിക്കൽ റിയാക്ഷൻ അയൺ give 2 ഇലക്ട്രോൺ, സോ ഇറ്റ് ഗെറ്റ് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. 2 ഇലക്ട്രോൺ ആണ് പോകുന്നത്. ഏത് സബ്ഷെല്ലിൽ നിന്നാണ് ഈ 2 ഇലക്ട്രോൺ പോകുന്നത്? ഇൻ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് വെൻ ഇറ്റ് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ ഇറ്റ് ഈസ് നോട്ട് ദ ഇലക്ട്രോൺ ആസ് ദ ഇലക്ട്രോൺസ് ഫിൽഡ് അപ്പ് ഇൻ ദി ഓർഡർ. ഇലക്ട്രോൺ ഫിൽ ചെയ്ത ഓർഡർ എങ്ങനെയാണ്? എസ്സിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഡിയിലേക്ക് വന്നത്. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ ഡിയിലാണ് വന്നത്. ആ ഓർഡറിലല്ല ഇലക്ട്രോൺ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഇലക്ട്രോൺസ് ഫ്രം ദി ഔട്ടർ മോസ്റ്റ് ഷെൽ അണ്ടർഗോസ് ഫസ്റ്റ്. അപ്പോൾ ലാസ്റ്റ് ഷെൽ ഇത് ഏതാണ്? 4th എസ് ആണ്. ഇതിൽ ഇലക്ട്രോൺ ആണ് ആദ്യം കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ +2+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുമ്പോൾ ഏത് ഇലക്ട്രോൺ ആയിരിക്കും പോയിട്ടുള്ള? 4th എസ്സിലെ 2 ഇലക്ട്രോൺ ആയിരിക്കും. അപ്പോൾ ആ 2 ഇലക്ട്രോൺ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ എത്രയേ ബാക്കിയുള്ളൂ? അപ്പോൾ Fe2+ൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ 26ൽ 2 എണ്ണം കുറഞ്ഞു, ബാക്കി എത്ര വരും? 24. 1s2, 2s2, 2p6, 3s2, 3p6, 4s2 ഇനി എഴുതണ്ട, അതില്ല, ബാക്കി 3d6. ഇതാണ് Fe2+ അയോണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതൊക്കെയാണ് കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്, കെമിസ്ട്രി ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നത്. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. എന്താണ് ഈ ഒരു കൺസെപ്റ്റാണ് കുട്ടി ഓർക്കാതെ പോകുന്നതാണിത്. Fe2+ എന്ന് പറഞ്ഞാൽ 26ൽ നിന്ന് 2 ഇലക്ട്രോൺ കുറഞ്ഞു. 26ൽ നിന്ന് 2 പോയാൽ ആർക്കറിഞ്ഞൂടാത്ത 24 ആണെന്ന്? അപ്പോൾ 24. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നാണ്, അവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത്. ലാസ്റ്റ് ഇലക്ട്രോൺ പോയത് ഡി സബ്ഷെല്ലിലാണല്ലോ. അപ്പോൾ ഏത് ഇലക്ട്രോൺ ആയിരിക്കും ആദ്യം പോകുന്നത്?
അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നാണ് ആദ്യ ഇലക്ട്രോൺ പോകുന്നത്. ഇറ്റ് ഈസ് നോട്ട് ആസ് ദ സെയിം ഓർഡർ ഫിൽഡ് അപ്പ്. ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറഞ്ഞ ഓർഡറിലല്ല ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നത് ലാസ്റ്റ് ഷെല്ലിൽ നിന്ന്. അപ്പോൾ Fe3+ വരുമ്പോഴോ മൂന്നാമത്തെ ഇലക്ട്രോൺ ഏത് ഷെല്ലിൽ നിന്നായിരിക്കും പോകുക? എസ്സിലാകെ 2 ഇലക്ട്രോണേ ഉള്ളൂ. 3+ എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടെന്നാണ് അർത്ഥം. എളുപ്പമാണ്. ഏതിൽ നിന്നായിരിക്കും ഒരെണ്ണം പോയി? ഇനിയിപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെൽ ഏത് തന്നെയാണ്? ഡി ആണ്. അപ്പോൾ അടുത്ത ഒരു ഇലക്ട്രോൺ പോയിരിക്കുന്ന ഏതിൽ നിന്നായിരിക്കും? ഡിയിൽ നിന്ന്. അപ്പോൾ 1s2 2s2 2p6 3s2 ഡിയിൽ നിന്ന് ഒരെണ്ണം കൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര? 3d5. ഓക്കെ, എളുപ്പമല്ലേ? എന്താണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അയോൺസ്. അപ്പോൾ Fe2+ൻ്റെ വരുമ്പോൾ 3d6, Fe3+ വരുമ്പോൾ 3d5. അതുപോലെ ടേബിൾ പേജ് നമ്പർ 26 ടേബിൾ 1.17 മാംഗനീസിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് എഴുതി നോക്കാം. എല്ലാവരും എഴുത്. മാംഗനീസിൻ്റെ ഏതൊക്കെ കോമ്പൗണ്ട്സ് ആണ് തന്നിട്ടുള്ളത്? ഓർത്ത് നോക്ക്. ഒന്ന് ഓർമ്മയിൽ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ കിട്ടും. മാംഗനീസിൻ്റെ ഏതൊക്കെ കോമ്പൗണ്ട്സാണ് തന്നിട്ടുള്ളത്? ഓക്കെ, MnCl2. പെട്ടെന്ന് പറ. മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരുന്നു? ഇവിടെ രണ്ടാമോ -2 ആണ്. 0 ആവണമെങ്കിൽ -2ൻ്റെ എത്ര കൂട്ടണം? +2. അപ്പോൾ MnCl2ൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. അപ്പോൾ എങ്ങനെയാണ് അത് കാണിക്കുന്നത്? മാംഗനീസിൻ്റെ മുകളിൽ 2+ എന്ന് നമ്മൾ എഴുതി. അറ്റോമിക് നമ്പർ ഓഫ് മാംഗനീസ് ഈസ് 25. Yes. Write the subshell electronic configuration in your notebook. 1s2 2s2 2p6 3s2 3p6. ഇതൊക്കെ കുറേ എഴുതുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കിട്ടും. 3p6 എത്തിയപ്പോൾ 18 ആയി. 25 ആണ്. അടുത്ത 4s2ലാണ് പോകേണ്ടത്. 20 ആയി. ബാക്കി അഞ്ചാമത്തത് 3d5ലേക്ക് പോയി. Mn2+ ആണ്. ഏത് സബ്ഷെല്ലിൽ ഇലക്ട്രോൺ ആയിരിക്കും പോയിട്ടുണ്ടാകുക? ഫോർത്ത് എസ്സിൽ നിന്ന് 2 ഇലക്ട്രോൺ അങ്ങ് പോകുന്നു. പിന്നെ ബാക്കി എത്രയേ ഉള്ളൂ? 3d. അപ്പോൾ Mn2+ൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എങ്ങനെ എഴുതാം? ഇത്ര എളുപ്പമാണ്. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? അപ്പോൾ അറ്റോമിക് നമ്പർ തരും ക്വസ്റ്റ്യനിൽ. അത് വെച്ച് നമുക്ക് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാം. അയോണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കി എത്ര ഇലക്ട്രോൺ ആണ് അവിടെ കുറഞ്ഞതെന്ന് കണ്ടുപിടിക്കാം. 2+2 +3 +1 ഇത് ഏതെങ്കിലും ചോദിക്കുകയുള്ളൂ. ഇതിൽ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന്. +1 ആണെങ്കിൽ 1 ഇലക്ട്രോൺ കുറഞ്ഞിട്ടുണ്ടാകും. അത് ഏത് ഷെല്ലിൽ നിന്നായിരിക്കും? 4sൽ നിന്ന്. +2 ആണെങ്കിൽ 4sലെ 2 ഇലക്ട്രോണും പോകും. +3 ആണെങ്കിൽ ഡിയിൽ നിന്നും കൂടി ഒരെണ്ണം കൂടെ പോകും. ഇനി മാംഗനീസിൻ്റെ ഒരു കേസ് Mn2O7ൽ 7 ഇലക്ട്രോൺ പോകുന്നുണ്ട്. അപ്പോൾ അത്രയും അതിന് നമ്മൾ ഈ കൺസെപ്റ്റ് ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കുക. +7 എന്ന് പറഞ്ഞാൽ 7 ഇലക്ട്രോൺ പോയി. ആദ്യം 4sൽ നിന്ന് 2 എണ്ണം പോയി. പിന്നെ ബാക്കിയുള്ളത് 3dന്ന് പോകും. 3dന്ന് 10 വരെ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇത്തിരി കൂടിയത് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പം MnCl2ൽ +2, MnO2ൽ +4. ഓക്കെ, 4 എന്ന് പറയുമ്പോൾ എത്ര എണ്ണം പോയിട്ടുണ്ടാവും? 4 എണ്ണം. 4 എണ്ണത്തിൽ 2 എണ്ണം 4sൽ നിന്ന് പോകും. പിന്നെ 2 എണ്ണം ഏതിന്ന് പോകും? 3dന്ന് പോകും. 3dയിൽ ഇപ്പോൾ 5 ആണ് ഉള്ളത്. 5ൽ നിന്ന് 2 പോയാൽ പിന്നെ ബാക്കിയോടെ എത്ര? 3. അപ്പോൾ ശരിക്കും Mn4+ൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p6 3d3. ഇതൊക്കെ എഴുതുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് എഴുതണം. 4sൽ നിന്ന് 2. ഇപ്പോൾ ഇതിൽ നിന്നല്ല ഇനി 4 എണ്ണം പോകുന്നത്. 3d1 എഴുതരുത്. ഇവിടെ 4s ഉണ്ട്. ഇതിൻ്റെയാണ് ചോദിച്ചത്. നമ്മൾ ഓരോന്നിങ്ങനെ പഠിച്ചു വരികയാണ്. അപ്പോൾ ഇതിൽ നിന്ന് 4 എണ്ണം പോകുന്ന 2 ഇതും 2 ഇതിൽ നിന്നൂടെ പോയി. ബാക്കി 3 എണ്ണം ഡിയിലുണ്ടാവും. ഓക്കെ, അടുത്ത് Mn2O7ൽ എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? +7. +7 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 7 ഇലക്ട്രോൺ പോയി. 7 ഇലക്ട്രോണിൽ 2 എണ്ണം എസ്സിൽ നിന്ന് പോകും.
എപ്പോഴും ഓർത്തിരിക്കുക. ബാക്കി 5 ഏത് ഡി എന്നും കൂടെ. അപ്പോൾ 3Dയും പോയി 4s പോയി. ബാക്കി എവിടം വരെ ഉള്ളൂ? 3p6 വരെ. അപ്പോൾ Mn7+ൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 3p6 അവിടം വരെ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വളരെ ബുദ്ധിമുട്ടായിട്ട് കുട്ടികൾ പറയുന്ന ഒരു ടോപ്പിക്കാണ് ഹൗ ടു ഫൈൻഡ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ആൻ എലമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട് ആൻഡ് റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് അയോൺസ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നന്നായിട്ട് പഠിക്കുക. ഇത് നമ്മളങ്ങ് വിട്ടുപോകും. അയോൺസ് എന്ന് പറയുമ്പോൾ ആറ്റംസ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്ത് ഇലക്ട്രോൺസ് നഷ്ടപ്പെടുകയോ നേടിയെടുക്കുകയോ ചെയ്യും. നമ്മളിവിടെ ഈ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് മെറ്റൽസാണ്, ലോഹങ്ങളാണ്. ആ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റേ ഉള്ളവിടെ. അഥവാ നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതല്ല, നമ്മളിവിടെ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ആ അയോൺസിൻ്റെ ഓക്സിഡേഷൻ ഇപ്പം അഥവാ നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വന്നാൽ 2 എണ്ണം കൂടുതൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കായിരിക്കും ഇലക്ട്രോൺ വരിക. ഒരു ബുദ്ധിമുട്ടുമില്ല എഴുതാൻ. അപ്പം നമ്മുടെ ടെക്സ്റ്റിൽ അപ്പം കഴിഞ്ഞ നമ്മൾ 4 ബ്ലോക്കുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പഠിക്കുമ്പോൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് എന്താ? വെൻ എസ് ആൻഡ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ ദി ഇലക്ട്രോൺസ് ഇൻ ഔട്ടർമോസ്റ്റ് ഷെൽ ആർ ഇൻവോൾവ്ഡ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് മാത്രമേ എസ് ആൻഡ് പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുള്ളൂ. ബട്ട് ഇൻ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഓർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് അലോങ് വിത്ത് ദി ഔട്ടർമോസ്റ്റ് electrons in the penultimate shell also involved because the energy between 4th s electron and 3d d electrons are very less, comparatively very low. So these two levels electrons also take part in chemical reaction. അപ്പോൾ അവിടെ 2 വേർഡ് ഉണ്ട്. എന്താണ് പെനൾട്ടിമേറ്റ് ഷെൽ? ബോറിൻ്റെ ആറ്റം മോഡൽ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ലാസ്റ്റ് ഷെല്ലാണ് ഔട്ടർമോസ്റ്റ് ഷെല്ല്. അതിനുള്ളിലെ ഷെല്ലിനെയാണ് പെനൾട്ടിമേറ്റ് ഷെല്ലെന്ന് പറയുന്നത്. ഇൻ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതിൽ ലാസ്റ്റ് ഷെൽ 4s ആണ്, പെനൾട്ടിമേറ്റ് ഷെൽ 3D. അപ്പോൾ 4sലെയും 3Dയിലെയും എനർജിയിൽ വലിയ വ്യത്യാസമില്ലാത്തതുകൊണ്ട് എസ് ഇലക്ട്രോണിനോടൊപ്പം 3D ഇലക്ട്രോണുകൾ കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഷോസ് വേരിയബിൾ വാലൻസി. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഓൾസോ കോൾഡ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ട്രാൻസിഷൻ മീൻസ് മെറ്റൽ ചേഞ്ച് ഫ്രം മെറ്റൽ ടു നോൺ മെറ്റാലിക് ക്യാരക്ടർ. S block elements are metals, P block elements are also metals, but P block elements have non-metals also. അപ്പം മെറ്റാലിക് ക്യാരക്ടറിൽ നിന്ന് നോൺ മെറ്റാലിക് ക്യാരക്ടറിലേക്കുള്ള ക്രമമായ മാറ്റത്തെയാണ് നടുക്ക് കിടക്കുന്ന ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നുകൂടി പറയുന്നത്. അത് കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ചിലപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നറിയപ്പെടുന്ന ഏത് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്? അപ്പോൾ ഡി ബ്ലോക്ക് ആണ്. ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് അതിൽ ഏതാണ് ട്രാൻസിഷൻ എലമെൻറ്റ്? ഡി സബ്ഷെല്ലിൽ 4sൻ്റെ തൊട്ടടുത്തുണ്ടെങ്കിൽ നമുക്കതറിയാം ഡി ബ്ലോക്ക് ആയിരിക്കുമെന്ന്. അപ്പോൾ പെനൾട്ടിമേറ്റ് ഷെൽ എന്താണെന്ന് മനസ്സിലായി കാണും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് പഠിച്ചത് എന്താണ്? ഹൗ ടു റൈറ്റ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എ എലമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട് ആൻഡ് റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് അയോൺസ്. ഇനി നമുക്കൊരു അസൈൻമെൻറ്റ് തരാം. നിങ്ങളുടെ ലെറ്റസ് അസസ്സിൽ 5th ക്വസ്റ്റ്യനായിട്ട് ഒരു അസൈൻമെൻ്റ് ഉണ്ട്. ആ അസൈൻമെൻറ്റ് നമുക്കൊന്ന് വായിച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ദ എലമെൻറ്റ് കോപ്പർ വിത്ത് അറ്റോമിക് നമ്പർ 29 undergoes chemical reaction to form an ion with oxidation number +2. A question. Write down subshell electronic configuration of this ion. Can this element show variable valency? Why? Write down the chemical formula of one compound formed when this element reacts with chlorine. Question മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇതൊരു എത്ര മാർക്കിന്? ഒരു 4 മാർക്കിനോളം എക്സാമിന് വരും. ഇത്തരം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ A+ ആണ് നഷ്ടപ്പെടുന്നത്. കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ 1 മാർക്കും പോകാതെ സുഖമായിട്ട് ഫുൾ മാർക്ക് കിട്ടും.
ഫുൾ മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും എഴുതാൻ സാധിക്കുമെന്ന് തോന്നുന്നു. എല്ലാവരും എഴുതി നോക്കൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു.